ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ രാവിലെ ഹെൽമറ്റൊന്നും വയ്ക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ സമയമാണ്, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു 10 മണിയാകുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ആദ്യത്തെ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കല്യാണമായിരുന്നു. അപ്പം നമ്മളതേ പോയിട്ടുണ്ട്. നമ്മൾ 2 പേര് വണ്ടിയിൽ പോകണതാണ് കാണിച്ചെങ്കിലും നമ്മൾ 4 പേര് 2 വണ്ടിയിലായിട്ടാണ് പോയത്. ഇതിൽ അച്ഛനും കൂടെ ഉണ്ട്. അച്ഛൻ എവിടെയാണെന്ന് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ അവസാനമല്ല അച്ഛനും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കല്യാണങ്ങളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ. വയലിനും ഓടക്കുഴൽ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്, മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കല്യാണം കഴിഞ്ഞ് അടുത്ത വേറൊരു കല്യാണത്തിന് പോകേണ്ട തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം പോയി ഊണൊക്കെ കഴിച്ച് കല്യാണം കാണാൻ വേണ്ടി വന്നിരിപ്പാണ്. അപ്പോൾ വയലിൻ വായിക്കുന്ന ചേട്ടൻ പോയപ്പോൾ ഓടക്കുഴൽ വായിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. ഓടക്കുഴൽ എടുത്ത് വെച്ച് നമ്മുടെ സ്വയംവര ചന്ദ്രികയാണ് കാച്ചുന്നത്. നല്ല അടിപൊളി പാട്ടായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ടിരുന്ന് സത്യം പറഞ്ഞാൽ സമയം പോയതറിഞ്ഞില്ല. അതിനിടയ്ക്ക് കല്യാണ സമയമായി. കല്യാണമൊക്കെ അവിടെ അടിപൊളിയായി നടത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ അനിയൻ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഇവിടെ നടക്കുന്നത്. കേക്ക് മുറിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ ഒരു ബർത്ത്ഡേ വന്നാൽ എന്ത് വന്നാലും പിള്ളേർക്കൊന്നും ഒരു ക്ഷാമമില്ല, ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബർത്ത്ഡേ ബോയിയാണ് ആ ബാക്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കൊക്കെ ഇട്ട് പോവാൻ റെഡിയായി അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ക്ലിയർ ആവാത്തവർക്ക് അവനെ ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഇതിലും അത്ര ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഗൃഹനാഥൻ, അതായത് എൻ്റെ അച്ഛൻ, കതക് പൂട്ടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങറ്റേ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മ, ചേച്ചി, ഇതാണ് എൻ്റെ അമ്മ, പിന്നെ ഞാൻ. ബാക്കിൽ നമ്മൾ 3 പേരെ പിള്ളേരുകളാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോവുകയാണ്. കല്യാണം എവിടെയാണ്? കഴക്കൂട്ടം അൽസ ജരോനയിലാണ് നമുക്ക് കല്യാണം നടക്കുന്നത്. പക്ഷെ നമുക്ക് 5 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് 5 മണിക്ക് അവിടെ എത്താൻ 4 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ മതി. പക്ഷേ 4 മണിക്ക് ഇറങ്ങിയാൽ നമ്മൾ 5 മണിക്ക് 6 മണിക്ക് പോലും എത്തില്ല. കാരണം ശ്രീകൃഷ്ണ ജയന്തിയുടെ ബ്ലോക്കും നല്ല തിരക്കൊക്കെ കാണും. അതുകൊണ്ട് നമ്മളൊരു 2-2:30 മണിയായപ്പോൾ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങി. കാരണം അതിന് തൊട്ടടുത്താണ് ലുലു മാൾ. അപ്പം എൻ്റെ അമ്മ ഇതുവരെ ലുലു മാൾ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മയും കൊണ്ട് ലുലു മാൾ കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ ഒരു 10-25-30 വർഷം വരെയൊക്കെ, 30 ഒരു 20-25 വർഷം വരെയൊക്കെ പ്രവാസിയായിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലുലു മാൾ വന്നിട്ട് 4 വർഷത്തിൽ കൂടുതലായി. പക്ഷേ അമ്മ ഇതുവരെ പോയിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ കുട്ടി ചാരു വരെ ഇത് 2ാമത്തെ തവണയാണ് ലുലു മാളിലോട്ട് പോണത്. അങ്ങനെ അമ്മ ഇവിടെ നിന്ന് എല്ലാം അടിപൊളിയായിട്ട് ആസ്വദിച്ച് കാണുന്നുണ്ട്. കാരണം നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഇവിടെ 2-3-4 തവണ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലാണ് അവിടെ അങ്ങനെ നിൽക്കണത്. അപ്പം നമ്മൾ കല്യാണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്ന് നമ്മുടെ സ്ഥലത്ത് കൊണ്ടെത്തിച്ച നമ്മുടെ സന്തത സഹചാരി അഖിലേഷിൻ്റെ ഇന്നോവ വണ്ടിയുമാണുള്ളത്. അഖിലേഷ് ഒരു ഡ്രൈവറാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അഖിലേഷ് ഡ്രൈവറല്ല, അഖിലേഷ് മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫാണ്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് കൊണ്ട് അഖിലേഷ് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മളെ കൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. ബ്രൈഡും ഗ്രൂമും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കല്യാണമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്. ബ്ലാക്ക് ക്യാറ്റല്ല, ആ ചേട്ടൻ അവിടെ നല്ല ഇൻട്രോയൊക്കെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 2 പേരുടെ കല്യാണത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരും എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കല്യാണത്തിന് പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ തന്നെ ഒരു 7-7:30 മണിയായി. നമുക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചീറ്റിയ വിവരം ചേച്ചി അങ്ങ് ഹെഡ് ഓഫീസിലോട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വട്ടം ചുറ്റി കാണിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്.
അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ശ്രീകൃഷ്ണ ജയന്തി വലിയ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മക്കളെയും കൃഷ്ണനും രാധയും പാച്ചുവും ഗോപാലനും ഒക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ കല്യാണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടും കുടുക്കി എടുത്ത് വാരിപ്പറക്കി പോയതാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇനിയിപ്പം നമുക്കങ്ങനത്തെ കല്യാണങ്ങളൊന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വർഷം നമ്മൾ മക്കളെയും കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ പോകുന്നതായിരിക്കും, വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. അപ്പോൾ തിരികെ വരുന്ന വഴിയിൽ നല്ല അടിപൊളി ഉറിയടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് വീഡിയോയിലൊക്കെ എടുത്ത് വെച്ച് ഇപ്പോഴാണ് നേരാവട്ടം കാണുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ എഴുതി കാണിക്കും പോലെയൊക്കെ ഒന്ന് ചെയ്യുക.